പാപ്പ പറയുന്നു, ക്രിസ്തു വെറുമൊരു ഗുരുവോ ഭാഗ്യചിഹ്നമോ അല്ല. തെറ്റായ ലക്ഷ്യങ്ങളോടെ ക്രിസ്തുവിനെ തേടുന്നവരുണ്ട്. വിശേഷിച്ചും ക്രിസ്തുവിനെ വെറുമൊരു ഗുരുവോ ഒരു ഭാഗ്യചിഹ്നമോ ആയി കരുതുന്നവർ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സഭ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യരെന്ന നിലയിലാണ്. അവിടുന്ന് നമ്മുടെ സഹോദരനും രക്ഷകനുമാണ്. ഉത്ഥിതനായ ക്രിസ്തു പിതാവിലേക്കുള്ള നമ്മുടെ പാതയിൽ വെളിച്ചമാകുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവിടുന്ന് നമ്മെ വിശദീകരിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയെ തന്റെ സ്നേഹം കൊണ്ട് അവിടുന്ന് പരിവർത്തനം ചെയ്യുന്നു. നമ്മുടെ ഞരമ്പുകളിലൂടെ രക്തം പോലെ ഒഴുകുന്ന സുവിശേഷമാണിത്. ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി തീർന്നപ്പോൾ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെന്നത് ശരിയാണ്. പിതാവിന്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടിയായിരുന്നു അത്. അന്ധർക്ക് കാഴ്ച നൽകിക്കൊണ്ട് അന്ധകാരത്തിൽ അവിടുന്ന് പ്രകാശം പരത്തി. മൂകരുടെ നാവിന്റെ കെട്ടഴിച്ചുകൊണ്ട് അടിച്ചമർത്തപ്പെട്ടവർക്ക് അവിടുന്ന് ശബ്ദം നൽകി. ദരിദ്രർക്കും ക്ഷീണിതർക്കും വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് നീതിക്കു വേണ്ടിയുള്ള നമ്മുടെ ദാഹത്തെ ശമിപ്പിച്ചു. ഈ കർമ്മങ്ങളെക്കുറിച്ച് കേട്ടവരെല്ലാം യേശുവിനെ തേടി പുറപ്പെട്ടു. അതേസമയത്ത് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നമ്മോട് ചോദിക്കുകയാണ്, നാം അവിടുത്തെ തേടുന്നത് കൃതജ്ഞത കൊണ്ടാണോ, സ്വാർത്ഥ താല്പര്യം കൊണ്ടാണോ, സ്നേഹം കൊണ്ടാണോ എന്ന്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തേടുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, മറിച്ച് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണെന്ന്. ക്രിസ്തുവിനെ അഭിമുഖീകരിക്കാനല്ല, മറിച്ച് വസ്തുക്കൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പദ്ധതികളെ അവിടുത്തെ വാക്കുകൾ വെളിപ്പെടുത്തുന്നു. ആൾക്കൂട്ടം ക്രിസ്തുവിനെ കാണുന്നത് കാര്യങ്ങൾ നടത്തിക്കിട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ്. അവിടുന്ന് അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുത്തിരുന്നില്ലെങ്കിൽ അവിടുത്തെ കർമ്മങ്ങളും പ്രബോധനങ്ങളും അവരിൽ താല്പര്യമുണ്ടാക്കുമായിരുന്നില്ല. യഥാർത്ഥ വിശ്വാസം അന്ധവിശ്വാസത്തിന് വഴിമാറുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ദൈവം ഒരു വിഗ്രഹമായി മാറുന്നു. ദൈവത്തിന്റെ മനോഹരമായ ദാനങ്ങളെ വിലപേശലിൽ ലഭിച്ച പ്രതിഫലമായി മാത്രം വ്യാഖ്യാനിക്കുന്നു. പക്ഷേ ആത്മാർത്ഥതയില്ലാത്ത ഈ അന്വേഷണത്തെ ക്രിസ്തു തിരസ്കരിക്കുന്നില്ല, മറിച്ച് അതിന്റെ മനപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കുന്നു. ക്രിസ്തുവിന് ആവശ്യം ദാസരെയോ ഉപഭോക്താക്കളെയോ അല്ല, മറിച്ച് സഹോദരീ സഹോദരന്മാരെയാണ്. അക്രമത്തിൽ നിരാശരായ, അധികാരികളുടെ ചൂഷണത്തിന് വിധേയരായ, സമ്പന്നരുടെ വഞ്ചനയ്ക്ക് പാത്രമായ മനുഷ്യരെ നമ്മൾ ഇന്ന് കാണുന്നു. അനീതി ഹൃദയങ്ങളെ ദുഷിപ്പിക്കുമ്പോൾ സകലർക്കും വേണ്ടിയുള്ള ആഹാരം ഏതാനും പേരുടെ കയ്യിൽ ഒതുങ്ങുന്നു. ഈ തിന്മകളുടെ എല്ലാം മുഖത്ത് ക്രിസ്തു ജനത്തിന്റെ കരച്ചിൽ കേൾക്കുന്നു. എല്ലാ വീഴ്ചകളിൽ നിന്നും നമ്മെ പിടിച്ചുയർത്തിക്കൊണ്ട് ചരിത്രത്തെ അവിടുന്ന് നവീകരിക്കുന്നു. എല്ലാ സഹനങ്ങളിലും നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമ്മുടെ ദൗത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ അവിടുത്തെ മെത്രാന്മാർക്കൊപ്പം ദിവ്യബലി അർപ്പിച്ചു നടത്തിയ സുവിശേഷ പ്രസംഗത്തിൽ നിന്ന്